ഓസ്ട്രേലിയയിലെ ഏറ്റവും വലുതും ലോകത്തിലെ പഴയ വിമാന കമ്പനികളിൽ ഒന്നുമാണ് ക്വാണ്ടസ് എയർവേസ്. 100 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ക്വാണ്ടസിൻ്റെ പക്കൽ ഇന്ന് അത്യാധുനിക വിമാനങ്ങളടക്കമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സൈബർ ആക്രമണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് വിമാന കമ്പനിയുടെ തേർഡ് പാർട്ടി കസ്റ്റമർ സർവീസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രക്കാരുടെ വിവരങ്ങൾ ഹാക്കർമാർ മോഷ്ടിച്ചതാണ് സംഭവം. 60 ലക്ഷം യാത്രക്കാരുടെ വിവരങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ജൂൺ 30 സൈബർ ആക്രമണം നടന്നുവെന്നാണ് ക്വാണ്ടസ് എയർലൈൻസ് അറിയിക്കുന്നത്. കോൾ സെൻറ്റർ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി കസ്റ്റമർ സർവീസ് പ്ലാറ്റ്ഫോമിൽ അസാധാരണമായ പ്രവർത്തനം കണ്ടെത്തിയതിനെ തുടർന്ന് ഉടൻ തന്നെ സിസ്റ്റം സുരക്ഷിതമാക്കിയെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. എന്നാൽ തേർഡ് പാർട്ടി കസ്റ്റമർ സർവീസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രക്കാരുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, ജനനത്തീയതി, ഫ്രീക്വന്റ് ഫ്ലയർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ചോർന്നതായി വിമാന കമ്പനി സ്ഥിരീകരിച്ചു. ഏകദേശം 60 ലക്ഷം യാത്രക്കാരുടെ വിവരങ്ങൾ തേർഡ് പാർട്ടി കസ്റ്റമർ സർവീസ് പ്ലാറ്റ്ഫോമിൽ അടങ്ങിയിരുന്നതായാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത്. എന്നാൽ ചോർന്ന ഡേറ്റയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമല്ല. ഡേറ്റ ചോർച്ചയിൽ യാത്രക്കാരുടെ മാപ്പ് ചോദിച്ച കമ്പനി യാത്രക്കാരുടെ ക്രെഡിറ്റ് കാർഡ്, പാസ്പോർട്ട് വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി. സംഭവത്തിൽ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന് കമ്പനി പരാതി നൽകി. ചോർച്ചയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡാറ്റയുടെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പാസ്പോർട്ട് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ചോർന്ന ഡാറ്റയിൽ ഉൾപ്പെടുന്നില്ല. ഫ്രീക്വന്റ് ഫ്ലയർ അക്കൗണ്ടുകൾ, പാസ്വേഡുകൾ, പിൻ നമ്പറുകൾ എന്നിവയും സുരക്ഷിതമാണെന്ന് ക്വാണ്ടസ് അറിയിച്ചു. സൈബർ ആക്രമണത്തെ തുടർന്ന് ആശങ്കകളുള്ള ഉപഭോക്താക്കൾക്ക് സഹായത്തിനായി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് അപ്ഡേറ്റുകൾ വെബ് പേജിൽ ലഭ്യമാകുമെന്ന് കമ്പനി അറിയിച്ചു. ക്വാണ്ടസിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്ന അസാധാരണ ആശയവിനിമയങ്ങൾക്കെതിരെ ജാഗ്രത തുടരണമെന്നും വ്യക്തിഗത വിവരങ്ങളോ പാസ്വേഡോ ആവശ്യപ്പെടുന്ന ഇമെയിലുകളോ കോളുകളോ വരുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കമ്പനി അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. അടുത്തിടെ സൈബർ കുറ്റവാളികൾ എയർലൈൻ മേഖല ലക്ഷ്യമിടുന്നതായി FBI മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്വാണ്ടസിന് നേരെ ആക്രമണമുണ്ടായത്. മുൻപ് US, കാനഡ എന്നിവിടങ്ങളിലെ വിമാന കമ്പനികൾ സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിൽ ഈ വർഷം വിവിധ സ്ഥാപനങ്ങൾക്ക് ഡേറ്റ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ക്വാണ്ടസ് എയർവേസിനെ കുറിച്ച് കൂടി നോക്കാം. ഓസ്ട്രേലിയയിലെ പ്രധാന വിമാന കമ്പനിയാണ് ക്വാണ്ടസ് എന്ന ക്യൂൻസ്ലാൻഡ് ആൻഡ് നോർത്തേൺ ടെറിട്ടറി ഏരിയൽ സർവീസസ് എയർവേസ്. 1920 നവംബർ 16 ക്യൂൻസ്ലാൻഡിലെ വിൻഡണിൽ 1-ാം ലോക മഹായുദ്ധത്തിലെ സൈനികർ ചേർന്നാണ് ക്വാണ്ടസ് ആരംഭിച്ചത്. തുടക്കത്തിൽ വിദൂര സ്ഥലങ്ങളിലേക്ക് ചെറിയ വിമാന സർവീസുകളാണ് നടത്തിയിരുന്നത്. പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്കും സർവീസുകൾ വ്യാപിപ്പിച്ചു. സുസ്ഥിരമായ വിമാന ഇന്ധനങ്ങൾ ഉപയോഗിക്കാനും പുതിയ സാങ്കേതികവിദ്യകൾ പരീക്ഷിക്കാനും ക്വാണ്ടസ് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ക്വാണ്ടസ്. എയർബസ് A380, ബോയിങ് 787 ഡ്രീം ലൈനർ തുടങ്ങിയ അത്യാധുനിക വിമാനങ്ങൾ ക്വാണ്ടസിനുണ്ട്. 2001 കുറഞ്ഞ ചെലവിൽ സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനിയും ക്വാണ്ടസ് ആരംഭിച്ചിരുന്നു. 2020 ക്വാണ്ടസ് 100 വർഷം പൂർത്തിയാക്കിയിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.